പലപ്പോഴും കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ നേരിടുന്നത് പരസ്പരം തിരിച്ചറിയാനാവാത്ത ഘട്ടങ്ങൾ ഉണ്ടാകുമ്പോഴാണ്. പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ച് കുറച്ചൊക്കെ ആ ഒരു മേഖലയിൽ അവർ അഡ്വാൻസ്ഡ് ആണ്. കാരണം തൻ്റെ ഇണയെ തിരിച്ചറിയാനും അദ്ദേഹത്തിൻ്റെ ടേസ്റ്റ് അറിയാനൊക്കെ പരമാവധി ശ്രമിക്കാറുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഭാര്യമാരെ മനസ്സിലാക്കുന്നതിൽ, ഒരു സ്ത്രീയുടെ മനഃശാസ്ത്രം എന്താണ് എന്ന് മനസ്സിലാക്കി ഇടപെടുന്നതിൽ പലപ്പോഴും ഭർത്താക്കന്മാർ തെറ്റുന്നുണ്ടോ അല്ലെങ്കിൽ ഭർത്താക്കന്മാരുടെ അല്പം പിന്നിലാണോ തോന്നിപ്പോറുണ്ട്. ഇത് പറയാൻ കാരണം നമ്മൾക്ക് പലപ്പോഴും നമ്മുടെ ഒരു സൈക്കോളജി വെച്ചിട്ട്, പുരുഷന്മാരുടെ സൈക്കോളജി വെച്ചിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നത് ഉയരങ്ങളിലേക്ക് എത്താനും നമുക്കൊരു സപ്പോർട്ട്, നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ ഒരു സപ്പോർട്ട് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ അടുത്ത് കിട്ടുക, പ്രത്യേകിച്ച് ഭാര്യയുടെ അടുത്ത് കിട്ടുക എന്നുള്ളതാണ്. പക്ഷേ ഭാര്യമാരെ സംബന്ധിച്ച് തിരിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത് അവർ ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യങ്ങൾക്ക് ഒരു ചെറിയൊരു സപ്പോർട്ട് കൊടുക്കുക എന്നതല്ല ഒരിക്കലും അവർ ആഗ്രഹിക്കുന്നത്. സോ ആ ഒരു സൈക്കോളജി എന്താണെന്ന് ചർച്ച ചെയ്താൽ നന്നാവുമെന്ന് തോന്നുന്നു. തീർച്ചയായും. പിന്നെ പല വിഷയങ്ങളും നമ്മൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതിൽ ഇന്ന് നമ്മൾ ചർച്ചക്കെടുത്ത സ്ത്രീകളുടെ മനഃശാസ്ത്രം അത് വളരെ കാലിക പ്രസക്തമാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഞാൻ കൈകാര്യം ചെയ്യുന്ന ഒരു കൗൺസിലിംഗ് കേസ്. ആ കൗൺസിലിംഗ് കേസിൽ എന്നെ അതിശയപ്പെടുത്തിയ കാര്യം എന്താണെന്ന് വെച്ചാൽ, വിദ്യാസമ്പന്നരായിട്ടും, ഭാര്യയും ഭർത്താവും വിദ്യാസമ്പന്നരാണ്, നല്ല സോഷ്യൽ പൊസിഷൻ ഉണ്ട്, എല്ലാ സൗകര്യങ്ങളുണ്ട്, ജോലിയൊക്കെ ഉണ്ട്, എന്നിട്ട് പോലും അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നതിൽ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അവിടെ സ്ത്രീകളെ മനസ്സിലാക്കുന്ന കാര്യത്തിൽ പലപ്പോഴും പുരുഷന്മാർ പരാജയപ്പെടുന്നുണ്ട്. കാരണം മനഃശാസ്ത്രപരമായ അറിവുകൾ കൃത്യമായിട്ട് കിട്ടുന്നവരും അന്വേഷിക്കുന്നവരും വായന നടത്തുന്നവരും ഒക്കെ നമ്മുടെ ഇടയിലുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. എന്നാൽ ജീവിത തിരക്കിനിടയിൽ അത്തരം വിഷയങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയോ അന്വേഷിക്കുകയോ ചെയ്യാതെ ജീവിതം അങ്ങനെ സമയം കടന്നു പോവുകയാണ്. പക്ഷേ ഇവർക്കും സന്താനങ്ങൾ ഉണ്ടാവുന്നുണ്ട്, മക്കളുണ്ടാവുന്നുണ്ട്. പക്ഷേ ഇവരുടെ ഈ പരസ്പര ബഹുമാനത്തിൻ്റെ അഭാവം, അല്ലെങ്കിൽ ഒരാൾ മറ്റൊരാളെ ഉൾക്കൊള്ളാൻ സാധിക്കാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ റിസൾട്ട് അല്ലെങ്കിൽ അതിൻ്റെ പാർശ്വഫലം അനുഭവിക്കുന്നത് മക്കളാണ്. രണ്ടിനും നടുവിൽ മക്കളാണ്. അപ്പോൾ ഇവിടെ എനിക്ക് തോന്നിയ ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ, സ്നേഹക്കൂട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന പല വിഷയങ്ങളും കുടുംബവുമായി സമൂഹത്തെ ഉത്ബുദ്ധതയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ഇന്നത്തെ ചർച്ചയിൽ നമ്മൾ എടുത്ത ഈ വിഷയം എന്തുകൊണ്ടും റെലവൻ്റാണ്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല ഇണയും തുണയുമായി സൃഷ്ടിച്ചിരിക്കുന്ന ആണും പെണ്ണും പരസ്പരം അറിയേണ്ടതുണ്ട്, അറിയിക്കേണ്ടതുണ്ട്. അപ്പോൾ മാത്രമേ ദാമ്പത്യ ജീവിതം അല്ലെങ്കിൽ ദാമ്പത്യ വാഹനം ഏറ്റവും സുഗമമായി മുന്നോട്ട് പോകുള്ളൂ. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ സ്ത്രീയുടെ മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പല ആളുകളുടെയും ധാരണ എന്താ വെച്ചാൽ, അതെന്താ ഇപ്പം എത്ര മനസ്സിലാക്കാനുള്ളത്, പെണ്ണിനെ നമ്മൾ കാണുന്നില്ല, ഉമ്മനെ കാണുന്നില്ലേ, പെങ്ങന്മാരെ കാണുന്നില്ലേ, പെരിഫറലായിട്ട് പ്രത്യക്ഷത്തിൽ നമ്മൾ കാണുന്നുണ്ടെങ്കിലും അവരെന്താണ്, അവരുടെ പ്രശ്നങ്ങൾ എന്താണ്, അവരനുഭവിക്കുന്ന കാര്യങ്ങൾ എന്താണ്, അവരുടെ പ്രത്യേകതകൾ എന്താണ്, അവർക്ക് വേണ്ട കാര്യം എന്താണ്, അവരുടെ മാനസിക ആവശ്യങ്ങൾ എന്താണ്, അത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിനനുസരിച്ച് പെരുമാറാൻ, ബിഹേവിയർ ചേഞ്ച്, പെരുമാറ്റ മേഖലയിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ നമുക്ക് പറ്റും. ഇപ്പോൾ ഒരാൾക്ക് ഡ്രൈവിങ്ങിൻ്റെ നിയമങ്ങൾ കൃത്യമായിട്ടറിയാം, കൃത്യമായി ഡ്രൈവിംഗ് നിയമങ്ങൾ ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ പോയി നല്ല ഒരു ട്രെയിനറുടെ ശിക്ഷണത്തിൽ അയാൾ പഠിച്ചിട്ടുണ്ട്. എന്നാൽ ഒരാൾ വീട്ടിലുള്ള ഒരു വാഹനം എടുത്ത് ഡ്രൈവിംഗ് ആയിട്ട് പഠിച്ചിട്ടുണ്ട്. രണ്ടാളും ഈക്വലാണെന്ന് നമുക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലുമല്ല. ഇതുപോലെയാണ് ഈ വിഷയം. അപ്പോൾ സ്ത്രീയുടെ മനഃശാസ്ത്രം കല്യാണം കഴിച്ച് മുന്നോട്ട് പോയപ്പോൾ കുറേയൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. എന്നാൽ കൃത്യമായ പഠനത്തിന് വിധേയമാക്കിയിട്ട് ആ സ്ത്രീയെ പഠിക്കുക, എന്നിട്ട് അവളോട് പെരുമാറുക. അപ്പോൾ സ്ത്രീ ഒരു പളുങ്ക് പാത്രമാണ് എന്ന് നമുക്ക് മനസ്സിലാവും. ഹാൻഡിൽ വിത്ത് കെയർ, അതാണ് നമ്മളെ ഓർമ്മയിൽ എപ്പോഴും വേണ്ടത്. വഅശിറുഹുന്ന ബിൽ മഅറൂഫ്, ഖുർആൻ്റെ ആയത്ത് നമ്മളോട് വളരെ മാന്യമായി വളരെ നല്ല രൂപത്തിൽ അവരോട് പെരുമാറണമെന്ന് ഖുർആൻ പറയണമെങ്കിൽ വാരിയലിൽ നിന്നാണ് അവർ സൃഷ്ടിക്കപ്പെട്ടത്. അവരോട് നിങ്ങൾ തർക്കിക്കാനും പ്രശ്നം ഉണ്ടാക്കാനൊന്നും പോരുതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞതിൽ കുറേ ആശയതലങ്ങൾ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. വെറുതെ പറഞ്ഞതല്ലല്ലോ അത്. അപ്പോൾ അത് നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയമാണ് സർ. സ്ത്രീകളെക്കുറിച്ച് പറഞ്ഞത് പളുങ്കുപാത്രം എന്നാണ്. പളുങ്കുപാത്രം കൈകാര്യം ചെയ്യുന്ന ആ ശ്രദ്ധയോടെ, അവധാനതയോടെ, അതിലുപരി ആ കെയറിങ്ങോടുകൂടി പരിചരിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെന്നുള്ളതാണ്. പളുങ്കുപാത്രത്തെ പോലെ സൂക്ഷിക്കാൻ പറഞ്ഞത് അതിൻ്റെ തകരാറ് കൊണ്ടല്ലോ, അതിൻ്റെ മേന്മയെ കൊണ്ടും അതിൻ്റെ ആ നന്മയെ കൊണ്ടും അതിൻ്റെ ആ വില കൊണ്ടുമാണ്. ഒരാളും അത് നഷ്ടപ്പെടുത്തി കളയാനോ പൊട്ടിക്കാനോ ശ്രമിക്കാറില്ല എന്നുള്ളതാണ്. അത് എത്രത്തോളം സൂക്ഷ്മമായി കൈകാര്യം ചെയ്യാൻ ശ്രദ്ധിക്കുമോ അത്രത്തോളം സൂക്ഷ്മമായി കൈകാര്യം ചെയ്യുകയും അതിനെ സംരക്ഷിക്കുകയും ചെയ്യാനാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്നതും ആഗ്രഹിക്കുന്നതും. എങ്കിൽ നമ്മുടെ ഭാര്യമാരെ ആ ഒരർത്ഥത്തിൽ അവർക്ക് വേണ്ട ആ ഒരു കെയറിങ്, അവർക്ക് വേണ്ട ആ ഒരു സൂക്ഷ്മതയും, അവർക്ക് വേണ്ട ഒരു പരിചരണവും, അതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത്. അത് അറിഞ്ഞ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. എങ്ങനെയൊക്കെ തട്ടിമുട്ടി ഇവരെങ്ങനെയൊക്കെ ആവാം, അങ്ങനെയൊക്കെ ആവാം എന്നതിനപ്പുറം വാട്ട് ഈസ് ദെയർ ക്യാരക്ടർ, അവരുടെ സ്വഭാവം എങ്ങനെയാണ്, അവിടെ ഒരു ഹസ്ബൻഡ് എന്നുള്ള നിലയിൽ ഞാൻ എൻ്റെ ഭാഗത്ത് എൻ്റെ ഭാര്യയ്ക്ക് കിട്ടേണ്ട കാര്യങ്ങൾ എന്താണ്, ആ ഒരു അർത്ഥത്തിൽ ഒരു പഠന വിധേയമാക്കി ഏറ്റവും നല്ല ഭർത്താക്കന്മാരായി മാറാൻ ഭർത്താക്കന്മാർക്ക് സാധിക്കണം എന്നുള്ളത്.